എൽസ നെൽസൺ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ഞാൻ അനുഷ്ഠാനപ്പെടുത്തുന്നു. ഒരുപാട് ദിവസമായി ഈ വ്ളോഗ് എടുത്ത് വെച്ചിട്ട്. കറക്റ്റ് പറഞ്ഞാൽ 12-ാം തീയതി എടുത്ത വ്ളോഗാണ് കേട്ടോ. പക്ഷേ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കാനായിട്ട് ഏകദേശം ഒരാഴ്ച എനിക്ക് പിടിച്ചു. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞു വാവയുടെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 3 ദിവസം നല്ല പനി, കാലുവേദനയൊക്കെ ആയിട്ട് ആൾ ഭയങ്കര സങ്കടത്തിലും വിഷമത്തിലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് 10ാം മാസത്തിലേ ഉള്ളൂ കേട്ടോ അടുത്ത ഇഞ്ചക്ഷൻ. അതുവരെ ഒരു സമാധാനം ഉണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ മാമോദീസർ അന്ന് രാവിലത്തെ കാര്യങ്ങളാണ് കൊച്ചു വീട്ടിൽ വെച്ചിട്ടാണ്. ഇത് അപ്പച്ചൻ്റെ പെങ്ങളാണ് കേട്ടോ ഇരിക്കണം പച്ച സാരി. അപ്പോൾ ആൻറ്റിയുടെ മോളാണ് എനിക്ക് മുടി കെട്ടിത്തരുന്നത്. അനിയത്തി അവിടെ റെഡി ആവുന്നുണ്ട്. കുഞ്ഞുവാവത നല്ല ഉറക്കത്തിലാണ്. വൃത്തിയാക്കി ഇട്ടിട്ടുള്ള പരിപാടിയൊന്നും ഇന്ന് രാവിലെ നടക്കില്ല, കാരണം അത്രയും തിരക്കാണ്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി ഇരിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ചേട്ടൻ ദാ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. നമ്മളാണ് ഒരുങ്ങി റെഡിയാവാൻ കുറച്ചൊന്ന് വൈകിയത്. അപ്പോൾ ഇതാ തലേമേലെ എനിക്ക് ഗോപുരം പണിഞ്ഞു തരുന്ന എൻ്റെ സ്ഥിരം ആള് എൻ്റെ അലീന മോളാണ് കേട്ടോ. ആൻറ്റിയുടെ മോളാണ്. ഡെയ്സി എന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റിക്ക് 2 പെൺമക്കളാണ്. അതിപ്പോൾ ഞാൻ ഡാൻസൊക്കെ കളിക്കുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പരിഞ്ഞമ്മ, അതായത് നമ്മുടെ കുഞ്ഞിനെ തല തൊടുന്ന ആള്. കുഞ്ഞിൻ്റെ പേരെന്താന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേരിപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. എൽസ നെൽസൺ എന്നാണ് പേര്. എൽസ എന്നുള്ളത്, എൽസി എന്നുള്ളത് മനുവേട്ടൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ പേരാണ്. മനുവേട്ടൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, പെൺകുട്ടിയാണ് എങ്കിൽ ഞാൻ എൽസ എന്ന് പേരിടുമെന്ന്. ഞാനതിന് തടസ്സമൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അന്നമോളുടെ പേര് എൻ്റെ ഇഷ്ടത്തിനാണ് ഇട്ടത്. ഇമാനുവൽ എന്നുള്ള പേര് ഓൾറെഡി ആൺകുട്ടിയാണെങ്കിൽ ഇമാനുവൽ, പെൺകുട്ടിയാണെങ്കിൽ അന്ന എന്ന് ഓൾറെഡി ആദ്യത്തെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ദൈവം തന്നതൊരു പെൺകുഞ്ഞിനെയാണ്, നമ്മൾ അന്ന എന്ന് പേരിട്ടു. അതെൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പേരാണ് കേട്ടോ. അന്ന അല്ലെങ്കിൽ ഹരിത എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന എന്ന പേരാണ് കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇഷ്ടമായത്. അപ്പോൾ ആ പേരിട്ടു. അപ്പോൾ ഈ ആൾക്ക് മനുവേട്ടന് പേരിടണമെന്ന് നിർബന്ധമായിരുന്നു. മനുവേട്ടന് ഇഷ്ടമുള്ള പേര്. അപ്പോൾ അതായിക്കോട്ടെ, നമുക്കും ആ പേര് ഇഷ്ടമാണ്. അപ്പോൾ എൽസ നെൽസൺ. നെൽസൺ അപ്പച്ചൻ്റെ പേര്, മനുവേട്ടൻ്റെ അപ്പച്ചൻ്റെ പേരാണ്. അപ്പോൾ അങ്ങനെയാണ് കുഞ്ഞു വാവയ്ക്ക് നമ്മൾ പേരിട്ട് കൊടുത്തത്. അപ്പോൾ അതാ അന്നയും എൽസയും ഇമാനുവലും കൂടി ഞങ്ങളിപ്പോൾ 5 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ മാമോദീസയ്ക്ക് പരിഞ്ഞമ്മ കൊണ്ടുവന്ന ഉടുപ്പാണ് ഇടിക്കേണ്ടത്. പരിഞ്ഞമ്മയാണ് ഡ്രസ്സ് ചെയ്യിക്കേണ്ടത്. ഞാൻ പിന്നെ ഇങ്ങനെ തൊട്ടും പിടിച്ചൊക്കെ സഹായിച്ചു എന്ന് മാത്രം. അങ്ങനെതാ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും കൊണ്ടുവന്ന ഡ്രസ്സ് വേണം ഇടിക്കാൻ. പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും ആരാണെന്ന് പറയാം. അപ്പച്ചൻ്റെ അനിയനാണ് തല തൊടുന്നത്. അപ്പച്ചൻ്റെ അനിയൻ്റെ പേര് നിക്സൺ എന്നാണ്. ഞങ്ങൾ നെച്ചങ്കെ എന്ന് വിളിക്കും. ആൻറ്റിയുടെ പേര് സിൻഷി എന്നാണ്. ആൻറ്റി എന്ന് പറയാൻ മാത്രം ആൻറ്റിക്ക് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. ആൻറ്റി മനുവേട്ടനേൽ എന്തോ 4 വയസ്സോ 5 വയസ്സായിട്ട് ഏജ് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെതാ കുഞ്ഞിനെ റെഡിയാക്കുകയാണ്. നമ്മളങ്ങനെ തലയിൽ ഈ സാധനമൊക്കെ വെച്ച് സോക്സൊക്കെ ഇട്ട് കുഞ്ഞിപ്പെണ്ണിനെ റെഡിയാക്കി പ്രാർത്ഥന ചൊല്ലിയ ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നാണ് കുഞ്ഞിനെ പരിഞ്ഞമ്മ ഏറ്റുവാങ്ങുന്നത്. നടയിൽ തിരിയൊക്കെ കത്തിച്ച് കുറേ നേരമുള്ള പ്രാർത്ഥനയൊന്നുമില്ല. നമ്മൾ ചെറിയ രീതിയിലൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേഗം റെഡിയാവും. എൻ്റെ മുടി വെട്ടിയതിനെ പറ്റി 2 അഭിപ്രായം ഞാൻ കണ്ടു. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയല്ലേടാ, അതങ്ങ് വളർന്നോളും ഇല്ലേ. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ നമ്മളിതാ അങ്ങനെ. അപ്പോൾ എന്നോട് ദേഷ്യമുള്ള ആൾക്കാരും ഇല്ലല്ലോ മുടി വെട്ടിയതിൽ. അപ്പം ഞാൻ എന്താ അങ്ങനെ മുടി വെട്ടാൻ തോന്നിയിട്ട് കുറച്ച് നാളായി മുടി വെട്ടണം എന്ന് വിചാരിക്കണം. പക്ഷെ അങ്ങനെ ഒരു പോക്ക് പോയപ്പോഴത്തേന് ഞാൻ കരുതി കുറച്ച് കയറ്റി വെട്ടാം. എപ്പോഴും ലോങ് ഹെയർ ആയിട്ട് നടക്കുന്നതല്ലേ എന്ന് കരുതി കുറച്ച് കയറ്റി വെട്ടി. പിന്നെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ മുടി വളർന്നോളും നമുക്ക്. അപ്പോൾ അങ്ങനെ അതാ നന്നായിട്ട് ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലോട്ട് ലെങ്ത്ത് വെക്കും തോറും ഭയങ്കരമായിട്ട് ശുഷ്കിച്ചാണ് വരുന്നത്. ഞാനാണെങ്കിൽ ഇപ്പോൾ എണ്ണ കാച്ചിടുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഈ ഒരു ലെങ്ത്തിൽ കൊണ്ട് നടക്കാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് മുടി പയ്യെ വളർത്താം കേട്ടോ. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഇറക്കുകയാണ്. നമ്മുടെ വീട് ഇടവഴി ഇറങ്ങുകയാണ്. നമ്മുടെ വീട് ഇടവഴി കയറി ചെല്ലണം. അപ്പോൾ ഇതാ അതിലേക്ക് കാറ് വരില്ല, 2 വീലർ മാത്രം പോകുന്നൊരു സാധാരണ വഴിയാണ്. അപ്പോൾ കാറ് നമ്മൾ അപ്പുറത്തെ വശത്താണ്. അപ്പോൾ കാറ് ഇട്ട വശത്തേക്ക് നമ്മളിതാ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതിൻ്റെ ഒരൊറ്റ നടപ്പ് കിടന്നു കേട്ടോ. കാരണം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വെയിലാണ്. ചൂട് എന്ന് വെച്ചാൽ ചൂടാണ് കേട്ടോ. ഇപ്പോൾ ഈ പുറകിൽ വരുന്ന മോള് ആൻറ്റിയുടെ അങ്കിളിൻ്റെ മകളാണ്. അവളുടെ പേര് ആൻഷിയ എന്നാണ്. നമ്മുടെ ഈ ബാപ്റ്റിസത്തിൻ്റെ പരിപാടി അവളാണ് കേട്ടോ ഇത് അവതരിപ്പിക്കുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന നല്ലൊരു മോളാണ്. അങ്ങനെ +2 കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അവൾ. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോവാണ്.
കുഞ്ഞാവ എന്തെടുക്കണ പിന്നെ കുഞ്ഞുവാവേട്ട് വരും ഇപ്പൊ. ആ അത് ഇങ്ങനെ കണ്ണുമുടിച്ചിരിക്കണായിരുന്നു ഞാനിങ്ങോട്ട് വരുമ്പോ. മലയാറ്റൂര് പോയല്ലേ? അവരൊക്കെ പോയല്ലേ. കുഞ്ഞിനെ കൊണ്ടുപോയി. കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലേ? ഇവളെ കൊണ്ടും കുഴപ്പമുണ്ടായില്ല, അവളെ കൊണ്ടും കുഴപ്പമുണ്ടായില്ല. രണ്ടുപേരും കേറി. ഞാൻ കണ്ട് കങ്കാരു വേഗം കിട്ടി രഞ്ജിത്ത് പിടിച്ചേക്കണത്. ആ മോന്റെയാണ്, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളു. മോന്റെ ഇസയാണ്. നിങ്ങള് ബൈക്ക് മേടിച്ചാ? പുതിയ ബുള്ളറ്റ്? മനുവേട്ടൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവളുടെ അനിയത്തിയുടെ കാര്യം പറയാണ്. അവളുടെ അനിയത്തിയാണെന്നൊക്കെ പറയാണ്. അപ്പോൾ ഞങ്ങളിതാ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ, കാരണം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ചൂടത്ത് പോയി ഇരിക്കണം. പിന്നെ കുറച്ച് നേരം ഞാൻ കാറിലിരുന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്തു. കാറ് നമ്മുടെ സഞ്ജിത്തേട്ടൻ്റെ കാറാണ്, മനുവേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ആളുടെ കാറാണ്. അപ്പോൾ നമ്മൾ അച്ഛൻ വന്നപ്പോഴത്തേനും കാറിൽ നിന്ന് ഇറങ്ങി പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും ഞാനും ചേട്ടനും കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് രണ്ടര മാസമല്ല 3 മാസത്തിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് പള്ളിനട കയറുകയാണ് കേട്ടോ. ഭയങ്കര ഒരു ഫീലാണ്, എന്താണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അത്രയും നാൾ പള്ളിയിലും പുറത്തെങ്കിലും പോകാണ്ടിരുന്നിട്ട് കുഞ്ഞുമായിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ പള്ളിയിലാണ് എൻ്റെയും ചേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞത്. അന്നമ്മയുടെ മാമോദീസ, അന്നമ്മയുടെ കുർബാനക്കുള്ളപ്പാട്, ജോക്കുട്ടൻ്റെ മാമോദീസ, കുഞ്ഞുവാവിടെ മാമോദീസ. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി ഓർമ്മകളുള്ള ഒരു പള്ളിയാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഇവിടെ ചേരാനല്ലൂരായിപ്പോയി അങ്ങനെ. അപ്പം അങ്ങനെ നമ്മുടെ കൂടെ വേറെ 2 മാമോദീസയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടാണ്, മെയിൻ പ്രശ്നം അതാണ്. ചൂട് നമുക്ക് എല്ലായിടത്തൊക്കെ തന്നെയാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ചൂടാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് പള്ളിയുടെ അകത്ത് നല്ല തണുപ്പാണ് ഓൾമോസ്റ്റ്. അപ്പം നമ്മൾ അങ്ങനെ മാമോദീസ നടക്കുന്ന ഏരിയയുടെ അങ്ങടേക്ക് പോവാണ് കേട്ടോ. നാം ഒന്ന് ചേർന്ന് പ്രഖ്യാപിച്ച സഭയുടെ വിശ്വാസത്തിൽ എൽസ നെൽസനെ ജ്ഞാനസ്ഥാനപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൽസ നെൽസൺ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ഞാൻ ജ്ഞാനസ്ഥാനപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ കുഞ്ഞിൻ്റെ പേരൊക്കെ ഇട്ട ശേഷം നമ്മൾ ഇങ്ങനെ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും ചേർന്നിട്ട് പുതിയ കുഞ്ഞുടുപ്പൊക്കെ വെച്ചിട്ട് നമ്മളോട് അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഒരു തിരി കത്തിച്ച് ബ്ലസ് ചെയ്ത് നമ്മുടെ കയ്യിൽ പിടിപ്പിച്ച്, കുഞ്ഞിൻ്റെ ദേഹത്തോട് കയ്യിൽ ഇങ്ങനെ പിടിപ്പിച്ച് നമ്മൾ ആ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നമ്മൾ എന്താ പറയുക, ഒരു ഭയങ്കര ഡിവൈനായിട്ടുള്ളൊരു ചടങ്ങാണത്. നമുക്ക് ശരിക്കൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം. ഞങ്ങൾ ശരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് 7 കുദാശകളിൽ ആദ്യത്തെ കുദാശയാണ് മാമോദീസ സ്വീകരിക്കുമ്പോൾ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണത്. അത് എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ഗോഡ് പാരൻ്റായിട്ട് നിന്നിട്ടുള്ളവരും അതേപോലെ പാരൻ്റായിട്ട് കുഞ്ഞിനെയും പിടിച്ച് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തൊരു ജനറേഷനെ നമ്മൾ വിശ്വാസത്തിൽ വളർത്താനും വാർത്തെടുക്കാനും വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ വാഗ്ദാനം സ്വീകരിച്ച് നമ്മൾ അതിനു വേണ്ടി ഒരുമ്പെടുകയാണ്. അതായത് മക്കളെ നല്ല രീതിയിൽ വളർത്താമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ നല്ലത് പറഞ്ഞിട്ട് അവരുടെ മുമ്പിലിരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് വളർത്തുന്ന രീതിയല്ല. നന്നായിട്ട് മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളൊരു വിശ്വാസ പരിശീലനമൊക്കെ കൊടുത്ത് വളർത്തുക എന്നുള്ളൊരു ഇതാണ്. അതായത് നമ്മുടെ ആത്മവിശ്വാസത്തിലും ദൈവിക വിശ്വാസത്തിലും കുഞ്ഞിനെ വളർത്തുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അച്ഛന്മാരെന്ന് പോണേന് മുപ്പാട് തന്നെ അച്ഛന്മാരുമായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കണം. പിന്നെ എന്തോ ഗുരുതത്തിന് മാമോദീസ കഴിഞ്ഞ് പേരിടലും കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞ് നന്നായിട്ടൊന്ന് ഉറങ്ങി സഹകരിച്ചു. പക്ഷേ കണ്ണ് തുറന്നിരുന്ന് ഫോട്ടോ എടുത്തതെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഫാമിലിയായിട്ട് അപ്പച്ചനും അമ്മച്ചിയായിട്ട് പിള്ളേർ ആങ്ങള പെങ്ങളുമാരുകളായിട്ടൊക്കെ ഫോട്ടോ എടുത്തു. അതിനുശേഷം കാറിലോട്ട് പോണ നേരത്താണ് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. കാരണം പള്ളിയിലൊരു തണുപ്പുണ്ട്. അപ്പോൾ ആ ഒരു തണുപ്പത്ത് അത്ര നേരം നിൽക്കാം. പക്ഷെ എന്നാലും ആൾക്കാർ അധികം ആകുമ്പോൾ ചൂടും കൂടുതലാണ്. നമ്മൾ AC ഹോളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ എന്നാലും ചൂടാണ്. എൻ്റെ പൊന്ന് ഉരുകിയാണ് നമ്മളെ പരിപാടിയിൽ അത്രയും നിന്നത്. പക്ഷേ പരിപാടി നന്നായിട്ട് തന്നെ നടന്നു. അപ്പോൾ നമ്മളിങ്ങനെ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ആച്ചുമോളാണ്. ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് നമ്മുടെ കൊച്ചുങ്ങൾ. പിന്നെ എവിടെ നമ്മുടെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ നോ എന്ന് പറയില്ല. നമ്മുടെ പരിപാടിക്ക് മക്കൾ ഞാനിത് വളരെ നിസ്സാര ദിവസങ്ങൾക്കുള്ളിലാണ് അവരെ വിളിച്ചിങ്ങനെ പറഞ്ഞത്, മക്കളെ പരിപാടി ഹോസ്റ്റ് ചെയ്യണം,
അതേപോലെ കുഞ്ഞുങ്ങൾ ഡാൻസ് കളിക്കണം കേട്ടോ. നോ എന്നൊരു വാക്ക് ചെയ്യാൻ ചേച്ചി ഒറ്റ പറച്ചില്ല തന്നെ. നമുക്ക് അങ്ങനെയുള്ള മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ. ഈ മക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് പരിപാടി വന്നാലും ഒരു കാര്യം നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഡാൻസിൻ്റെ ഒക്കെ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ A to Z നീറ്റാണ്. പരിപാടി അവതരിപ്പിക്കാനായാലും അത് തൻ്റെ അടുത്തോടു കൂടി സ്റ്റേജിൽ കയറി പറയാനുള്ളൊരു ധൈര്യമൊക്കെ ആ മക്കൾക്ക്. ദൈവം അനുഗ്രഹിക്കട്ടെ എപ്പോഴും അവരെ. അങ്ങനെതാ ഞങ്ങൾ ഫാമിലീനെയൊക്കെ വിളിച്ച് അതിനുശേഷം നമ്മളൊരു ചെറിയൊരു കേക്ക് കട്ടിങ് സെറ്റ്. ഇപ്പം നിങ്ങളോർക്കും എന്താ മനസ്സമ്പതോ കല്യാണമോ വല്ലതുമാണ്. അങ്ങനെയല്ല, നമ്മളൊരു സന്തോഷത്തിന് ഈ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ, ചടങ്ങല്ല ഈ രീതികളും നമ്മുടെ ആ ഒരു ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആരും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടൊന്നും വന്ന് തരില്ല. ഇത്തിരി സന്തോഷം തായോ എന്ന് പറഞ്ഞ് പാത്രം വെച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് സന്തോഷിക്കണോ, നമ്മൾ കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാണ്ട് വേറൊരാൾ നമുക്ക് വേണ്ടി ചെയ്യാൻ തുനിയില്ല. അത് അത്രയും നല്ല മനസ്സുള്ളവരായിരിക്കണം. അപ്പം നമ്മളിതാ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും ഒന്ന് ചേർന്ന് അച്ഛനൊക്കെ വന്ന് കുഞ്ഞിനെ പറ്റിയൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ മക്കളെ വളർത്തണം. പാരൻസ്, ഗോഡ് പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, കൂടപ്പിറപ്പങ്ങളെല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ച് തിരിയൊക്കെ കത്തിച്ച് ചെറുതായിട്ടൊരു കേക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പരിപാടി ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നടത്തിയത്. എന്താ പറയുക, ഇനി നമുക്കൊരു മാമോദീസ നടത്താൻ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ മാമോദീസയാണ്. ഇതോടുകൂടി ഞങ്ങളുടെ ആ ഒരു ചടങ്ങ് കഴിയുകയാണ്. ഇനി ഞങ്ങളുടെ മക്കളൊക്കെ കല്യാണം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ട് വേണം. അപ്പം ഞങ്ങളിങ്ങനെ ഗോഡ് പാരൻ്റ് അല്ലല്ലോടെ ഗ്രാൻഡ് പാരൻ്റായിട്ട് ഞാനും ചേട്ടനൊക്കെ പോയി നിൽക്കണം. ഇനി അതാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. കേക്കൊക്കെ കട്ട് ചെയ്തു സെറ്റായി കഴിഞ്ഞ ശേഷം ഞങ്ങൾ കൊച്ചുങ്ങൾ ഡാൻസ് കളിച്ചു കേട്ടോ. ഞാനൊക്കെ പറയട്ടെ, ഞാനൊക്കെ ഒരു ഈ പ്രായത്തിൽ സ്റ്റേജിൽ കയറി കളിക്കാൻ പറഞ്ഞാൽ ആദ്യം ഒരു ചമ്മലൊക്കെ കാണിക്കും. അയ്യോ ആൾക്കാരുടെ മുമ്പിലോ എന്നൊക്കെ ഒരു ചമ്മൽ വരും. പക്ഷേ എൻ്റെ ഈ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല കേട്ടോ. 3 പേരും ഇവിടെ നിന്ന് പറയാം. ആ പരിപാടി ഹോസ്റ്റ് ചെയ്ത ആളുടെ പേരാണ് അച്ചു. അവളാണ് ഇപ്പോൾ നടക്ക് നിൽക്കുന്നത്. ഇപ്പുറത്തെ അറ്റത്ത് സ്പീക്കറിൻ്റെ അടുത്ത് കളിക്കുന്നതാണ് അലീന. ഇപ്പോൾ നടക്ക് നിൽക്കുന്നതാണ് അനുമോള്. അപ്പോൾ അപ്പച്ചൻ്റെ പെങ്ങളുടെയും അപ്പച്ചൻ്റെ അനിയൻ്റെയും മക്കളാണ്. അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ. ഒരു ദിവസം കൊണ്ടാണ് ഇവർ പഠിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അന്നമോള് എൻ്റെ റൂമുക്കുട്ടിയാണ് കേട്ടോ. ഞങ്ങളുടെ ടിൻറ്റു ചേച്ചിയുടെയും പ്രിൻസൻ ചേട്ടൻ്റെയും മകളാണ്. റോമും അന്നമ്മയും കൂടിയിട്ടാണ് നമ്മുടെ പരിപാടിക്ക് ഇവരുടെ പ്രായത്തിലുള്ളവർ ഡാൻസ് കളിക്കുന്നത്. ഇവർ രണ്ടുപേരും നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ഡാൻസ് പഠിപ്പിച്ചത് മാച്ചുമോളാണ്. അപ്പോൾ പിള്ളേരുടെ ഡാൻസും ഉണ്ടായിരുന്നു. എനിക്കും കളിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കൊച്ചിന് പാൽ കൊടുക്കണം, ചൂടിൻ്റെ ഇടയിൽ കിടന്ന് ഓടണം, ആൾക്കാരെ നമുക്ക് ഡീൽ ചെയ്യണം എന്നൊക്കെ വരുമ്പോഴത്തേനും എങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ വന്നു. മനുവേട്ടൻ്റെ പിന്നെ ഏറ്റവും കൂടുതൽ അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ആൽബമൊക്കെ നമുക്ക് ഫോണിൽ ഇതാക്കി കിട്ടിയിട്ടുണ്ട്, PDF ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ആൽബമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഫുഡൊക്കെ കഴിക്കുന്നത് ഞങ്ങളുടെ സേവറേട്ടനാണ് കേട്ടോ. അപ്പുറത്തിരിക്കുന്നത് ഞങ്ങളുടെ മനുവേട്ടൻ്റെ ഫ്രണ്ട്സാണ്. ജോക്കുട്ടിന് എന്നെ കാണാണ്ട് 2-3 ഐസ്ക്രീമൊക്കെ തട്ടിയിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷനൊക്കെ പിറ്റേ ദിവസം എന്നൊക്കെ പറഞ്ഞ് ചുമച്ച് നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഡിഷ് പരിപാടി ആയിരുന്നു കേട്ടോ. അന്നമുള്ള കുർബാനക്കുള്ള പാടിൻ്റെ പരിപാടിക്ക് എനിക്ക് ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ വീഡിയോ എടുത്തത് ഞാനല്ല, മനുവേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മളിതാ ഡിഷ് പരിപാടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ഫുഡായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടോ. പിന്നെ ഇത് നമ്മൾ കേക്ക് ബാക്കി വന്നത് പുറകെ പോർന്ന് തിന്നുന്ന കലാപരിപാടിയാണ്. ജോക്കൂട്ടനാണെങ്കിൽ കേക്ക് കണ്ടിട്ട് വെളിവില്ല, അന്നമോൾക്കും അതെ. അപ്പോൾ അങ്ങനെ പിള്ളേരൊക്കെ അവിടെ നിന്ന് ഓരോ പീസൊക്കെ കട്ടുന്നത്. ഇത് എൻ്റെ ആൻറ്റിയാണ് കേട്ടോ. വത്സ എന്നാണ് ആൻറ്റിയുടെ പേര്. ഈ നിൽക്കുന്നത് ആൻറ്റിയുടെ മരുമോളാണ്, ചിന്നു എന്നാണ്. എൻ്റെ ഇവിടുത്തെ ചേരാനല്ലൂരത്തെ എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരത്തിയാണ് കേട്ടോ. അങ്ങനത്തെ ഞങ്ങളുടെ ചേട്ടന്മാരാണ്. അപ്പോൾ അവരൊക്കെ പരിപാടിക്ക് ഒരുവിധം ഒതുങ്ങിയപ്പോഴാണ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞാനും അപ്പോഴാണ് കഴിച്ചത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവിടുത്തെ ഫുഡൊക്കെ വിളമ്പുന്ന അവിടുത്തെ ആ ഒരു സംഗതികളൊക്കെ ഒരുപാട്. അപ്പോൾ അപ്പോഴത്തെ കർട്ടനൊക്കെ അവർ മാറ്റി അവർ ഒക്കെ സെറ്റാക്കി വെക്കാൻ വേണ്ടി ഇരിക്കുന്നതിൽ ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. അപ്പോൾ വേറെയും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പരിപാടി വിളിച്ചവരൊക്കെ കുറച്ച് പേരൊക്കെ ലാസ്റ്റ് ആയപ്പോഴാണ് വന്നത്. അവരൊക്കെ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പരിഞ്ഞപ്പൻ, ഞങ്ങളുടെ വിവാമോള്, പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഞങ്ങളുടെ ഫാമിലിയിലെ അമ്മമാർ, ആൻറ്റിമാർ, അതായത് ഞങ്ങൾ, എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള
എന്നേലും കുറച്ചും കൂടി ആൻറ്റിമാർ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫോട്ടോയാണ്. അപ്പോൾ ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കാണ്ടായപ്പോൾ എന്തോ കോമഡി പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി പൊട്ടി അങ്ങോട്ട് ചിരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇടയ്ക്ക് വെച്ച് അങ്ങോട്ട് നോക്കിപ്പോയത്. ഞാൻ അനിയത്തി എല്ലാവരും ഉണ്ട്, ഡേസി ആൻറ്റി എല്ലാവരും ഒക്കെ ആയിട്ട്. ഇത് ഞങ്ങളുടെ അമ്മമാരാണ്. അമ്മമാർ ഇനിയുണ്ട്, പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം 1-2 അമ്മമാർ വന്നിട്ടില്ല. അപ്പോൾ ചിലവർ വയ്യാതിരിക്കുന്നത് കൊണ്ട് എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അമ്മമാർ ഞങ്ങളുടെ പിള്ളേർ സെറ്റാണ്. പിള്ളേർക്ക് പിന്നെ ഒരു കുറവില്ല, ഇഷ്ടം പോലെ മക്കളുണ്ട് കേട്ടോ. അമ്മമാർ ഞാൻ പറഞ്ഞില്ലേ, അമ്മമാർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഞങ്ങളുടെ അമ്മച്ചിമാർ അമ്മായിമാർ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് 1-2 പേര് എത്തിയിട്ടില്ല. പിള്ളേർ ഇതാ കെട്ടിച്ച് വിട്ടവരും നമ്മുടെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നവർ, ഞാനൊക്കെ കല്യാണം കഴിച്ച് അങ്ങോട്ട് ചെന്നതാണല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാ ഏറ്റവും ലാസ്റ്റ് മെമ്പറിന് ഞാൻ അലീനമ്മളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ ടന്നക്കുട്ടിയും ചോക്കൂട്ടിനും എവിടെയൊക്കെയോ അതേ ഇരിക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് 4 തൈക്കൽ ഫാമിലിയിൽ കെട്ടിച്ച് വിട്ടവരും കെട്ടി വന്നവരുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഞങ്ങളുടെ പിള്ളേർ സെറ്റ്. പിന്നെ ഇതാ ഞങ്ങളുടെ ചേട്ടന്മാരും കുറച്ച് പേര് പണിയുടെ തിരക്കൊക്കെ ആയിട്ട്, അതായത് നമ്മുടെ ഇവിടുത്തെ പരിപാടിയുടെ തിരക്കൊക്കെ ആയിട്ട് കുറച്ച് പേര് അവിടെ ഇവിടെ മിസ്സിങ് ആണ്. അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത് വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.